തിരുവമ്പാടിയുടെ മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിന് ഇക്കുറി പ്രമാണികത്വം വഹിക്കുന്നത് കേളത്തെ കുട്ടപ്പന്മാരാണ്. കഴിഞ്ഞ 12 വർഷക്കാലമായി പ്രമാണികനായിരുന്ന അന്നമനട പരമേശ്വരൻ നായർക്ക് കൈവിരലിൽ അസുഖമായതിനാൽ ഇക്കുറി പൂരത്തിനെത്താനാകില്ല. ഇതോടെയാണ് പ്രമാണികത്വം കുട്ടപ്പന്മാരാരിലേക്ക് വന്നത്. മഠത്തിൽ വരവ് പഞ്ചവാദ്യം ഇക്കുറി അമരത്ത് കേളത്ത് കുട്ടപ്പന്മാരാർ. നമ്മളിപ്പോൾ 10-23 വയസ്സ് മുതൽ കൊട്ടി തുടങ്ങിയ ഒരു അരങ്ങത്ത് നമുക്കൊരു നടുവിൽ നിൽക്കുക, പോയിട്ട് നടുവിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ അതിൽ ചെറിയൊരു സന്തോഷമൊക്കെ ഉണ്ട്. പക്ഷെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു പണി, റിസ്ക്കും ഉണ്ട്. പിന്നെ ഈ കൂടെ കൊട്ടുന്ന ആൾക്കാർ ചിലർ അങ്ങോട്ട് ഇങ്ങോട്ട് പോയതിൻ്റെ ചെറിയ ഒരു ബുദ്ധിമുട്ട്, പുതിയ ആൾക്കാർ വരുന്നതിൻ്റെ ചെറിയൊരു വിഷമം, ഇതൊക്കെ പാടെ കൂടി നോക്കുമ്പോൾ എന്നാലും മൊത്തം നോക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പെരിങ്ങോട്ടുകരക്കാരനായ കേളത്ത് കുട്ടപ്പന്മാരാർക്ക് ഇതൊരു നിയോഗമാണ്. 23-ാം വയസ്സിൽ വരിയിലെട്ടാമനായി എത്തിയതാണ് തിരുവമ്പാടിക്ക് വേണ്ടി തിമില കൊട്ടാൻ. 18-ാം വയസ്സിൽ പാറമേക്കാവിന് വേണ്ടി കൊട്ടിത്തുടങ്ങി. പഞ്ചവാദ്യം പതിഞ്ഞ മട്ടിൽ വേണമെന്നാണ് കേളത്തിന്റെ നിലപാട്. പഞ്ചവാദ്യന്റെ ഘടനയ്ക്കനുസരിച്ച് ഒരു പതിഞ്ഞ മട്ടാണ് അതിന് യോജിച്ച സമ്പ്രദായം. ഇപ്പം ആൾക്കാർ ചെയ്താൽ അങ്ങനെയല്ല, അവർ കൊട്ടാൻ പറ്റാത്ത കാലത്തിലേക്ക് കാല് തല്ലി കയറ്റിയത് കണകുണാന്നായിട്ടാണ് കൊണ്ടിട്ടു. അത് മേളത്തിലുമുണ്ട്, വല്ലാണ്ട് കാലം മുറുകിയിട്ടൊരു പരിപാടിയാണ്. തായമ്പയിലും അങ്ങനെയാണ്, എല്ലാത്തിലും ഉണ്ട്. സ്പീഡ് വേണം. സ്പീഡിൽ പഴയ കാലത്തെ മാതിരി കൊട്ടിയാച്ചാൽ ഈ കലകൾക്ക് നിലനിൽപ്പില്ല. പക്ഷെ ഇതിനിങ്ങനെ കൊല്ലണോ? പതികാലത്തിൽ നിന്നും മുറുകിയ ഇടക്കാലത്തിലേക്കും പിന്നീട് ത്രിപുടയിലേക്കുമുള്ള പഞ്ചവാദ്യത്തിലെ കാലഗതികൾ പൂരപ്രേമികൾക്ക് എന്നും ആവേശമാണ്. നടുവിൽ മഠത്തിൽ നിന്നും നായക്കനാലിലേക്കുള്ള പഞ്ചവാദ്യ വഴിയിൽ കൈകൾ മുകളിലേക്ക് ഉയർത്തിച്ചുഴറ്റാൻ കമ്പക്കാരൊരുങ്ങി. 29-ന് പൂരപ്പറമ്പിൽ കാണാമെന്ന് കുട്ടപ്പന്മാരാരും. ക്യാമറാമാൻ ഷഹീർ ഗുരുവായൂരിനൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ, തൃശൂർ.